മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ തന്നെയാണ്. ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വന്ന ഒരു സ്പോർട്സ് പ്ലെയറാണ്. അപ്പോൾ ഇവരൊരു അക്കാഡമിയിൽ ട്രെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കോച്ചിൻ്റെ ഫീഡ്ബാക്ക് പ്രകാരം ഇവർക്ക് സ്പീഡ് കുറവാണ്, അപ്പോൾ അതുപോലെ തന്നെ പവർ കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഒരു അസസ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറയാറുണ്ട്, അസസ്മെൻറ്റ് അതായത് ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സ്പോർട്സ് പ്ലെയർ, അതായത് ഒരു 10 വയസ്സിന് താഴെ ഒരു 12 വയസ്സിന് താഴെയുള്ള ഒരു സ്പോർട്സ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവർക്ക് ഒരു മൂവ്മെൻറ്റ് സ്ക്രീനിങ് ആണ് കൂടുതലായി ചെയ്യേണ്ടത്. പെർഫോമൻസ് സ്ക്രീനിങ് പിന്നീടാണ് വേണ്ടത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂവ്മെൻറ്റ് സ്ക്രീനിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഞ്ചറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഏതാണ് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഏത് സ്പോർട്സിലും ആദ്യം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഏത് സ്പോർട്സ് പ്ലെയേഴ്സിനും പ്രോപ്പറായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്നതാണ് ഈ പെർഫോമൻസ്. അതായത് സ്പീഡ്, അജിലിറ്റി, പവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഉള്ള കമ്പോണൻ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഫൗണ്ടേഷണൽ ഫിറ്റ്നസ് കമ്പോണൻറ്റ്സ് ആണ്, കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവർ പേരൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പീഡ് കാര്യങ്ങൾ കുറവാണ്, റണ്ണിങ് പോസ്റ്റർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ടോട്ടൽ ഒരു മൂവ്മെൻറ്റ് സ്ക്രീനിങ് ചെയ്യുമ്പോൾ അവർക്ക് ഹിപ്പിൻ്റെ അതായത് ഓവർഹെഡ് സ്ക്വാട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഈ ഹിപ്പ് നീ കോർഡിനേഷൻ വളരെ കുറവാണ്. അതായത് വാൽഗസിലേക്ക് 2 നീ മുട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വാൽഗസിലേക്ക് പോകുന്നുണ്ട്. ഈ വാൽഗസിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ഉറപ്പിക്കുക ഹിപ്പ് മസിൽസ് അതുപോലെ തന്നെ നീ മസിൽസൊക്കെ വളരെ വീക്കാണ്. ഹിപ്പിൻ്റെ നീമിൻ്റെ കോർഡിനേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്ലെയറെ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കൂടുതലായിട്ട് ജമ്പിങ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പ്ലോസീവ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മൾ എല്ലാ അക്കാഡമിയിലും നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് ജമ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ പ്രോൺ ടു ഇഞ്ചറി സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അടുത്തൊരു ഓസ്കുഡ് സ്കാൾട്ടർ ഡിസീസ്, അതായത് ഈ ക്വാഡ്രിസെപ്സിൻ്റെ പുല്ല് വന്നിട്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇഞ്ചറി വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഇവർക്ക് വാൽഗസ് ഫോഴ്സ് ഭയങ്കര ഡൊമിനൻ്റ് ആണ്. അപ്പോൾ വാൽഗസിൽ കൂടുതലായി ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ ഈ മുട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ യങ്ങായിട്ടുള്ള റീക്രിയേഷണൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും മൂവ്മെൻറ്റ് എല്ലാതും ഒരു ക്വാളിറ്റി ബിൽഡ് ചെയ്യണം ഫസ്റ്റ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്കോട്ടിങ് എങ്ങനെ പ്രോപ്പർ സ്കോട്ടിങ് ചെയ്യുക, ആ സ്കോട്ടിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഹൈ എക്സ്പ്ലോസീവ് അതുപോലെ തന്നെ ഈ സ്പീഡ് ട്രെയിനിങ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു അത്ലറ്റിനെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ക്വാളിറ്റി ആയിട്ടുള്ള ഈ മൂവ്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക പിന്നീട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എന്ത് ചെയ്യുക അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.